നമസ്കാരം. നമ്മുടെ ഈ ചിറയൻകീഴ് ആറ്റിങ്ങൽ നിവാസികളെയൊക്കെ വളരെ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ജ്വല്ലറിയാണ് കൃഷ്ണ ജ്വല്ലറി. നമ്മുടെ ചിറയൻകീഴാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്നു ഇവിടെ ഈ കൃഷ്ണ ജ്വല്ലറിയിലെ സ്വർണം പണയമെടുത്ത് കടം തീർക്കുന്ന പരിപാടിയെ കൊണ്ട് അങ്ങനെ ഇവർക്ക് പരിചയമുള്ള കക്ഷി അദ്ദേഹം വന്നിട്ട് ഇവരോട് പറഞ്ഞ വെച്ചാല് ഇങ്ങനെ സ്വർണം പണയം എടുത്ത് കൊടുക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു ആദ്യ ദിവസം പോയി. ആ ദിവസം നടന്നില്ല, കട അടച്ചുപോയി. രണ്ടാമത്തെ ദിവസം ഇദ്ദേഹം വേറൊരാളെ കൂടെ കൂട്ടിവിട്ടു. കുറച്ച് കാശുമായി ഈ ജോലിയുടെ ആൾക്കാർ അയാളുടെ പോയി. ഈ പറയുന്ന അവർ സഞ്ചരിച്ച ഓട്ടോയുടെ പുറകിൽ രണ്ടുപേർ ഒളിച്ചിരിക്കുകയായിരുന്നു. അതിൽ അവര് ഒരു സമയം ഒരു രാമചന്ദ്രൻ ദേശീയപാത നിർമ്മാണത്തിലുള്ള സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെയൊക്കെ കണ്ണിൽ മുളകോടി എറിയുകയും അതുപോലെ തന്നെ ഓടിച്ചിട്ട് തല്ലി കുറച്ച് കാശ് പിടിച്ചു പറിക്കുകയും ചെയ്തു. ഏതായാലും ആറ്റിങ്ങൽ പോലീസ് വളരെ വിജിലന്റ് ആണ്. ഈ പറയുന്ന 5 പ്രതികളിൽ 4 പേരുടെയും പിടികൂടി. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ആ ജ്വല്ലറിയിലാണ്. ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന അഭിലാഷ് എന്ന് പറയുന്ന പ്രതി നമ്മളുമായിട്ട് അത്ര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പ്രതിയായിരുന്നു. നമ്മളെ കൂടെ വരികയും എന്തൊരു കാര്യം നമ്മളെ വിളിക്കുകയും പുള്ളിയുടെ മോള് പ്രായമായപ്പോൾ വരെ പുള്ളിയുടെ വീട്ടിൽ പോവുകയും പുള്ളിക്ക് നമ്മൾ അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ ഒരാളായിരുന്നു നമ്മൾ തമ്മിൽ. ആ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്തതിൽ വളരെ ഒരു വിഷമമുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വലിയ വ്യാഴാഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞ ഇവിടെ പാങ്ങോട് ജെറി ഫൈനാൻസിൽ ഒരു പണയം ഇരിക്കുന്നു. അപ്പൊ അതിന്റെ ബില്ലൊക്കെ തുണ്ടൊക്കെ ഇട്ടെന്ന്. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മൾ ഏകദേശം ഇവിടെ ചെറിയ ആട്ടക്കാരനെ വിളിച്ചത് 3 ലക്ഷം രൂപയായിട്ടാണ് പോകുന്നത്. 3 ലക്ഷം രൂപയായിട്ട് പോയപ്പോൾ ഏകദേശം പാങ്ങോട് അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഏകദേശം ഇവിടെ നാട്ടു വിളിച്ചവര് ഏകദേശം കടയിൽ നിന്നൊരു 3:30 മണിക്ക് ഇറങ്ങി. അപ്പൊ ഞാൻ ഇവിടുത്തെ ചോദിച്ചു നിങ്ങൾ അവിടെ ടൈമിംഗ് ഉണ്ടോന്ന് ചോദിച്ചു. അവർ പറഞ്ഞു കുഴപ്പമില്ല, അവർ 6 മണി വരെ ഇരിക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് സ്ഥാപനമല്ലേ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഏകദേശം അവിടെ അങ്ങ് പാങ്ങോട് എത്തിയപ്പോൾ ഏകദേശം ഒരു 5-5:30 മണിയോടെ അടുപ്പിച്ചായി. അപ്പൊ ഏകദേശം അങ്ങ് എത്തിയപ്പോൾ തന്നെ അവര് പറഞ്ഞു എനിക്ക് പണയം അവരെ സ്ഥാപനം അടച്ചിട്ട് പോയി, നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ മുമ്പേ വന്നൂടെ എന്ന് ചോദിച്ചു. ഓക്കെ. അപ്പൊ നമ്മൾ പറയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നു. അങ്ങനെ ഞാനും അഭിലാഷും കൂടെ നമ്മൾ വന്ന വണ്ടി കയറി അഭിലാഷിനെ ആറ്റിങ്ങിനെ അയച്ച് ഈ ചിറയൻകീഴുള്ള ആട്ടുകാരും ഞാനും ഈ ആട്ടക്കാരനോടെ ഇവിടെ ചിറയൻകീഴ് വരികയും ചെയ്ത്. ഓക്കെ. അതിനുശേഷം പിറ്റേന്ന് അഭിലാഷ് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ എന്റെ കൂടെ അഭിലാഷ് ഒരു പറഞ്ഞുവിട്ടൊരു പയ്യൻ ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ ഏകദേശം ആ പയ്യനും കൂടെയാണ് കൂടെ വന്നത്. ആ പയ്യന്റെ പേര് ഇപ്പൊ അറിഞ്ഞപ്പോഴറിയാം, മഹി എന്നാണ് ആ പയ്യന്റെ പേര്. ആ മഹി എന്ന് പറയുന്ന പയ്യൻ നമ്മളവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആട്ടോയിലും കയറി. ഞാനും അഭിലാഷ് എന്റെ ആട്ടയെ കൂടെ കയറി. അത് നമ്മളത്ര സാറിനുള്ളതുകൊണ്ടാണ് അഭിലാഷ് നമ്മളെ കൂടെ വരുന്നത്. അഭിലാഷ് അങ്ങനെ കൂടെ വരുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ ആറ്റിങ്ങിലെത്തി. അങ്ങനെ ഞാൻ എന്റെ കടയിൽ വരികയും ചെയ്ത് കട കൂട്ടുകയും ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേന്ന് അഭിലാഷ് വിളിച്ചു പറഞ്ഞ് ആ പയ്യൻ വരും. ഏകദേശം ഒരു 3-3:30 കൂടി ആ പയ്യൻ എത്തുകയും ആ പയ്യൻ നമ്മളെ വിളിച്ചോണ്ട് പോയി. അപ്പൊ ഏകദേശം ഞാൻ എന്റെ കടയിലിരിക്കുന്ന ബിജു എന്ന് പറയുന്ന എന്റെ സ്റ്റാഫ് ഉണ്ട്. ബിജുവിനോട് ഞാൻ പറയാം ഇത്രയും പൈസ കൊണ്ട് പോകുന്നല്ലേ, ബിജു നീ കൂടെ വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ബിജു പറഞ്ഞു ഞാൻ പറയാതെ ബിജു എന്റെ കൂടെ വരികയും അങ്ങനെ ബിജു എന്റെ കൂടെ വന്ന് നമ്മളെ ഏകദേശം രാമച്ചമ്പള കഴിഞ്ഞ് റോങ് സൈഡ് കൂടെയാണ് വണ്ടി ഓടിച്ചത്. ഈ ഓട്ടോക്കാരൻ ഡ്രൈവർ എന്ന് പറയുന്ന പയ്യൻ. അപ്പൊ അത് ഏകദേശം മാമത്തോട്ട് പോകാനുള്ള ബൈപ്പാസ് റോഡ് ചെയ്യുന്ന വഴിയായിരുന്നു. ഏകദേശം അതുവഴി പോയി ശകലം കൂടെ മുന്നോട്ടൊക്കെ കുറച്ച് കറുത്ത മെറ്റിലെ കൂട്ടിരിക്കുന്ന അവിടെ വെച്ച് ഏകദേശം ബിജുവിന്റെ കണ്ണിൽ മുളകോടി എറിഞ്ഞു. ബിജുവിന്റെ കണ്ണിൽ മുളകോടി എറിഞ്ഞതിന് ശേഷം ബിജു പറഞ്ഞ അയ്യോ എന്ന് വിളിച്ച്. അപ്പൊ ഞാൻ ആട്ടോയിൽ നിന്ന് ഇറങ്ങി, ഈ പൈസ എന്റെ കയ്യിലിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ആട്ടോയിൽ നിന്ന് ഇറങ്ങി ഏകദേശം 4 ലക്ഷം രൂപയും കൊണ്ടാണ് പോകുന്നത്. ഏകദേശം അഭിലാഷ് എന്റെ അടുത്ത് പറഞ്ഞെന്നറിയാം, ഏകദേശം ഉച്ചവരെ പറഞ്ഞെന്നറിയാം ഒരു 3 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണമാണ് ആദ്യം ഇരിക്കുന്നതെന്ന് പറയാം. പിന്നെ ഏകദേശം പറഞ്ഞ ഒരു 1.5 ലക്ഷം രൂപ കൂടെ വേണം. അങ്ങനെ ടോട്ടൽ 4.5 എടുത്ത പിന്നെ നമ്മൾ കിടന്ന ഓടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പ്രമാണിച്ച് 4.5 ലക്ഷം രൂപയും കൊണ്ടാണ് പോയത്. അങ്ങനെയാണ് ഈ ബിജുവിനെ കൂടെ കൂട്ടിയത്. അങ്ങനെ ഏകദേശം ഈ രാമച്ചമ്പളയിലോട്ട് ഈ മാമത്തോട്ട് പോകുന്ന വഴിക്ക് തന്നെ കംപ്ലീറ്റ് ഇന്ന് താഴെ ഇറങ്ങി അതോടെ മുന്നോട്ട് പോയപ്പോ തന്നെ ബാക്കി ഇരുന്ന 2 പേര് മുളകൂടി വെച്ച ആൾക്കാരായിരുന്നു. 2 പേര് കണ്ണിലെ മുളകൂടി എറിഞ്ഞ്
ആദ്യം ബിജുവിനെയാണ് ഇറങ്ങി, എന്റെ കണ്ണിൽ കൊണ്ടില്ല. എന്നിട്ട് ഞാൻ താഴെ ഇറങ്ങി ഓടാൻ നോക്കിയപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ എന്ന് പറയുന്ന ഈ വേളാർകുടി സ്വദേശി എന്നെ പിടിച്ച് വലിച്ച് ഇഴക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. എന്റെ കയ്യിലിരുന്ന ഏകദേശം 4 ലക്ഷം രൂപയിൽ എനിക്ക് 2 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. 2 ലക്ഷം രൂപ ഞാൻ പിടിച്ചെടുക്കുകയും ബാക്കി 2.5 ലക്ഷം രൂപ അവരുടെ കയ്യിലാവുകയും ചെയ്തു. അത് അപ്പോഴത്തന്നെ ബിജു അതിന്റെ അടുത്തൊരു തോടുണ്ടായിരുന്നു. തോടിലൊക്കെ നീർത്താൽ ഒഴുകി വരികയായിരുന്നു. അപ്പൊ അതിന്റെ മുഖം കഴുകിയിട്ട് ഏകദേശം ഞാൻ പറയാം പോലീസിനെ വിളിക്കാൻ പറയാം. അപ്പൊ ഈ മഹി എന്ന് പറയുന്ന പയ്യൻ നമ്മളോട് നിന്നിട്ട് പോലീസ് വരുമെന്ന് പറയുമ്പോ അയ്യോ എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുകയും ഈ പോലീസ് വരുമ്പോ ഈ പയ്യൻ എടുത്തേറി ഓടും. ആ ചെറുക്കൻ അപ്പോൾ തന്നെ അപ്രത്യക്ഷനാവുകയും ചെയ്തു. പിന്നെ നമുക്ക് യാതൊരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ 100 പോലീസിന്റെ കൺട്രോൾ റൂമിൽ 100 വിളിച്ച് അങ്ങനെ അവിടുന്ന് ആറ്റിങ്ങിന്റെ പോലീസ് വരികയും ഷാമി സാറും പ്രസേൻ സാറ് വരികയും അപ്പൊ ഏകദേശം ടവർ ലൊക്കേഷൻ നോക്കിയപ്പോ അത് പറ്റുകയും ചെയ്യില്ലെന്ന് പറയും. അപ്പൊ ഏകദേശം ഞാൻ അങ്ങ് ഈ പിറ്റേ ദിവസം ഞാൻ അവിടെ എത്തിയപ്പോൾ 2-3 പെണ്ണുങ്ങളെ, ഈ അഭിലാഷിന്റെ കൂടെയൊക്കെയുള്ള 2-3 പെണ്ണുങ്ങള്, ആറ്റിങ്ങുള്ള പെണ്ണുങ്ങൾ തന്നെ അവരെ കൂടെ ഉണ്ടായിരുന്നു. അവര് പണയത്തിന്റെ റെസീപ്റ്റും ഇതെല്ലാം കൂടെ എടുത്ത് കാണിച്ചു തരികയും അഭിലാഷ് അവരുടെ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് വേറെ സംശയങ്ങളോ കാര്യങ്ങളോ തോന്നിയില്ല. അഭിലാഷ് എന്ന് പറയുന്നത് നമ്മളെ കൂടെ എപ്പോഴും നമ്മളെ കടയിൽ വരികയും എനിക്ക് എന്റെ കടയിൽ സാധനങ്ങള് മേടിക്കുക, വെള്ളി കുരിശാണുള്ള കാര്യങ്ങൾ മേടിക്കുക, നമ്മൾ അത്ര കോളേജിൽ പോകുമ്പോൾ കാണുകയും അങ്ങനെയുള്ള അറ്റാച്ച്മെന്റുള്ള ഒരു പയ്യനായിരുന്നു. അവൻ ഇത്രയും ഈ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ വിഷമമാണ്. ഏറ്റവും അറിഞ്ഞത് ഓട്ടോ ഡ്രൈവറാണ്. എന്നെ പിടിച്ച് വലിച്ചിഴക്കുകയും ബാക്കിൽ ഇരുന്ന ഒരു പയ്യനെ ഇവനും കൂടെ ചേർന്ന് എന്നെ വലിച്ചിഴക്കുകയും എന്റെ ശരീരം കംപ്ലീറ്റ് എന്റെ കഴുത്തിൽ ചവിട്ടുകയും എന്നെ അക്രമാസക്ത എന്റെ ശരീരം കംപ്ലീറ്റ് അവര് ഇല്ലാതെയാക്കി. ശരിക്കും പറഞ്ഞാൽ പേടിയാകുന്നു ഈ സംസ്ഥാനം ജീവിക്കാനായി. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്. കാരണം ഇത് ചേർന്ന വളരെ പരിചയമുള്ള ആളാണ് ഈ പറയുന്നത്. അദ്ദേഹം സഹായിക്കാൻ വേണ്ടി പോയതാണ്, ഇവിടെ സ്വർണം പണയം എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അദ്ദേഹത്തെ അത്രയും ക്രൂരമായി മർദ്ദിക്കുകയും കാശ് പിടിച്ചു പറിക്കുകയും ചെയ്തത്. ഏതായാലും അധിക പോലീസ് സമയമായി ഇടപെട്ടത് കൊണ്ട് 4 പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. 5ാമത്തെ പ്രതി അറസ്റ്റ് ചെയ്യാനുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ കാശുതൊക്കെ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും ഉടനടി അദ്ദേഹത്തെ പിടികൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ധർമ്മയ്ക്ക് വേണ്ടി ശ്രീത് മാരാർ സൈനിക.